ഹലോ ഗൈസ്, അപ്പോൾ പലരും എൻ്റെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അണ്ടർ 15,000 ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഏതായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോഴേ അതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല കിടിലം ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു ഫോണാണ് കേട്ടോ. മിക്ക ആൾക്കാർക്കും അത് അണ്ടർ 15,000 ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അതിൽ വാട്ടർ പ്രൂഫ് റേറ്റിംഗ് വരുന്നുണ്ട്, നല്ല കിടിലം പ്രൊസസ്സർ വരുന്നുണ്ട്, നല്ല വലിയ ബാറ്ററി വരുന്നുണ്ട്, അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ പറയുന്ന ഫോൺ ഏതാണെന്ന് വെച്ചാൽ റിയൽമി P3. ഈ ഫോൺ ഇറങ്ങിയത് 2 മാസം മുമ്പേ ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പം ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 15,999 ആണ്, 16,000 രൂപയാണ്. അതിൻ്റെ കൂടെ 1000 ഒരു കൂപ്പൺ ഡിസ്കൗണ്ട് ഉണ്ട്. അത് നിങ്ങൾ കാർട്ടിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ അപ്ലൈ ആയിക്കോളും. പിന്നെ എല്ലാ കാർഡിലും ഒരു 160 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങളതിൽ ഫ്ലിപ്കാർട്ട് ആക്സസ് കാർഡ് ഉണ്ടെങ്കിൽ 750 ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അണ്ടർ 15,000 നിങ്ങൾക്ക് ഈ ഫോൺ കിട്ടും. 628 വേരിയൻറ്റ്. ആ ഒരു പ്രൈസിന് ഈ ഫോൺ അൺബീറ്റബിൾ ആണ്, മനസ്സിലായി. ഇതിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈനിൽ ഇതിൻ്റെ ഒരു സിൽവർ കളറുണ്ട്. അത് നല്ലൊരു ഫീച്ചറിസ്റ്റിക് ലുക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബാക്കി കളേഴ്സും പ്രൈസിന് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. 194 ഗ്രാമാണ് വെയിറ്റ് വരുന്നത് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് ബിൽഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡിസൈൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫ് റേറ്റിംഗ് വരുന്നുണ്ട്. IP69 റേറ്റിംഗ്. 69 എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഫോഴ്സ് വരുന്ന വെള്ളത്തിൻ്റെ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടും, മനസ്സിലായി. അപ്പോൾ നല്ല കിടിലം വാട്ടർ പ്രൂഫ് റേറ്റിംഗ് ഈ ഫോണിൽ വരുന്നുണ്ട്. അണ്ടർ 15,000 ഫോണിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ അടുത്തതിൻ്റെ പ്രൊസസ്സർ അണ്ടർ 15,000 ബെസ്റ്റാണ്. സ്നാപ്ഡ്രാഗൺ 6 Gen 4 ആണ് വരുന്നത്. ഈ പ്രൊസസ്സർ 7.5 ലക്ഷം 7.5 ലാഖിന് മുകളിലുള്ള ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. VGM നിങ്ങൾക്ക് 90 FPS കളിക്കാൻ പറ്റും, മനസ്സിലാവും. അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ്. അണ്ടർ 15,000 ബെസ്റ്റ് എന്ന് പറയും. സ്റ്റോറേജും റാമും ഒക്കെ മനസ്സിലായി നോർമൽ തന്നെയാണ്. UFS 2.2 LPDയുടെ 4x റാമും ഒക്കെയാണ് വരുന്നത്, മനസ്സിലായി. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി അടിപൊളിയാണ്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് നമ്പർ റെസ്പെക്റ്റബിൾ ആണെന്ന് പറയും. പിന്നെ റിയൽമി UI ആണ് വരുന്നത്. റിയൽമി UIയിൽ അവർ ഈ പ്രൈസിൽ അനിമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ചില ബ്രാൻഡ്സ് ഈ പ്രൈസിൽ നമുക്ക് അനിമേഷൻസ് കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫോണിൽ അവർ അനിമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. റിയൽമി UI പക്ഷേ അറിയാമല്ലോ, കുറച്ച് ആഡ്സും കാര്യങ്ങളൊക്കെ കാണും. അതൊക്കെ നിങ്ങളൊന്ന് ഡിസേബിൾ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ബാക്കി സോഫ്റ്റ്വെയർ അടിപൊളിയായിരിക്കും. പക്ഷേ പിന്നെ ഈ പ്രൈസിലെ ഫോണിൽ നമുക്ക് നല്ല പെർഫോമൻസ് നല്ല ഡിസ്പ്ലേ ഒരുമിച്ച് ഇട്ടാൻ പാടാം. പക്ഷേ ഈ ഫോണിൽ നമുക്ക് നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുണ്ട്. അതൊരു നല്ല കാര്യം. പിന്നെ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്, മനസ്സിലായി. അപ്പോഴേക്കും ഓവറോൾ ഇതൊരു അടിപൊളി കംപ്ലീറ്റ് പാക്കേജ് എന്ന് ഞാൻ പറയും. പിന്നെ ഇതിൻ്റെ ക്യാമറ ഒബ്വിയസ്ലി ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ക്യാമറ ഭയങ്കര കിട്ടിലല്ല. പിന്നെ അണ്ടർ 15,000 നമുക്കങ്ങനെ ഭയങ്കര കിട്ടില്ല ക്യാമറ കിട്ടാറുമില്ല, മനസ്സിലായി. ഇതിൽ വരുന്നത് നമുക്ക് 50 MBയുടെ ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. പക്ഷേ OS കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഡേ ലൈറ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ പ്രതീക്ഷിക്കാം. നൈറ്റിൽ ഭയങ്കര എക്സ്പെക്റ്റേഷൻ വേണ്ട. പിന്നെ അതിന് ഒരു വലിയ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല. കാരണം നമുക്ക് ഇതിനേക്കാളും പ്രൈസ് കൂടിയ ഫോൺസിലും OS ഒന്നും കിട്ടുന്ന കുറവാണ്. അണ്ടർ 20,000 OS ഇല്ലാത്ത ഫോൺസൊക്കെ ഉണ്ട്, മനസ്സിലാവും. പിന്നെ 16 MBയുടെ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ബാക്കി 4K 30 FPS വീഡിയോ കാര്യങ്ങളും സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്, മനസ്സിലാവും. പിന്നെ ഈ ഫോണിൻ്റെ ഹയർ വേരിയൻസ് കൺസിഡർ ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിൻ്റെ 628 വേരിയൻ്റ് അണ്ടർ 15,000 ഇപ്പം കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു പ്രൈസിന് ബെസ്റ്റാണ്. ഹയർ വേരിയൻസ് അത്ര കില്ല വാല്യൂ ഫോർ മണി ഇല്ല. നിങ്ങൾ കുറച്ചുകൂടെ ബജറ്റ് കൂടുവാണെങ്കിൽ Oppo K13 ഉണ്ട്, 16,000 റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ, മനസ്സിലാവും. പിന്നെ വേറെ ഫോൺസൊക്കെ ആ റേഞ്ച് വരുന്നുണ്ട്. പക്ഷേ അണ്ടർ 15,000 ഇതൊരു നല്ല ഓപ്ഷൻ. ഇവിടെ റിയൽമി P3 സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.